അച്ഛനിലേക്ക് വരികയാണ്. അച്ഛൻ, നമുക്ക് അറിയാവുന്ന പോലെ ഇപ്പോൾ ഈ 90s കിഡ്സ്, 80s കിഡ്സ്, ജെൻസി, ഇതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുത്ത ചില വാചകങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ പരസ്പരം മനസ്സിലാകാൻ കഴിയാത്ത രീതിയിൽ ഈ തലമുറകളുടെ ഭാഷാ ശൈലിയും ആ പ്രവർത്തികളും ഒക്കെ മാറുന്നുണ്ടോ? ഞാനത് ചോദിക്കാൻ കാരണം, കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലൊരു റീല് അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ കാണുകയാണ്. സ്റ്റേജിലായിട്ടുള്ളൊരു വീഡിയോ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഒരു പ്രായം ചെന്ന ഒരു അപ്പൻ സ്വന്തം മകളെ ട്രെയിനിൽ കയറ്റി വിടുന്നു, യാത്ര പറയുന്നു. അപ്പോൾ മകൾ ഇങ്ങനെ ഒരു സിമ്പൽ കാണിക്കുന്നു. അപ്പോൾ ജെൻസിയുടെ ആ സിമ്പൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഒരു സ്നേഹത്തിന്റെ ഒരു സിമ്പലാണ്. പക്ഷെ അപ്പൻ മനസ്സിലാക്കുന്നത് പൈസ വേണമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് ആ മകൾക്ക് കൊടുക്കുന്നു. വീഡിയോ എന്താണെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ആ തരത്തിൽ പരസ്പരം ഇങ്ങനെ മനസ്സിലാകാത്ത രീതി, ഇപ്പോൾ 90s എന്തെങ്കിലും പറഞ്ഞില്ല, തന്ത വൈബ് എന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ പോകുന്നു. അപ്പോൾ വലിയൊരു ജനറേഷൻ ഗ്യാപ്പ്, അത് ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഗ്യാപ്പായിട്ട് അച്ഛന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും വലിയ ഡേഞ്ചർ ആയിട്ട് തന്നെ തോന്നാം. ഇന്നത്തെ കുട്ടികളുടെ ചിന്താരീതികളും അവരുടെ അവതരണ രീതികളും ജീവിതത്തിന്റെ ശൈലികളും ഉപയോഗിക്കുന്ന ലാംഗ്വേജും എല്ലാം എൻ്റർലി ഡിഫറെന്റ് ആയിട്ട് കാണുകയാണ്. ഉദാഹരണം പറയുന്ന ഒരു കാര്യത്തിന് നമ്മൾ തമ്പ് കൊടുക്കുന്നു. പണ്ട് കാലഘട്ടത്തിൽ ഈ തമ്പ് എന്ന് പറയുന്ന സാധനം അർത്ഥം ഒരു പക്ഷേ ഇതൊക്കെ ഉണ്ടാവാം, അത് കാണിക്കേണ്ടിടത്തേ കാണിക്കേണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇത് ആരോടും കാണിക്കാൻ കഴിയുന്ന സാധനമായിട്ട് ഈ തമ്പ് എന്ന് പറയുന്ന സാധനം കാണുകയും, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ആയാലും അല്ലെങ്കിൽ നമ്മുടെ എവിടെയൊക്കെയാണെങ്കിലും വരുന്ന ഈ ലാംഗ്വേജുകൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ തലമുറകളുടെ വ്യതിയാനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുവാണ് കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഹല്ലേലൂയയെ അപമാനിക്കാൻ സെക്കൻഡ് പാർട്ട് പറയാമെന്ന് കരുതിക്കൊണ്ടിരുന്ന കാര്യമാണ് നമ്മുടെ ഡിസ്കഷൻ വന്നത്. അതായത് നമ്മുടെ 3-4 സിനിമകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്നാണ്. ഒന്ന്, ലൂസിഫർ എന്ന് പറയുന്ന ചിത്രം. അതിനകത്ത് അതിന്റെ വില്ലൻ കഥാപാത്രം വിവേക് ഒബ്രോയ് ചെയ്ത ആ കഥാപാത്രത്തിനകത്ത് ഓരോ കൊലപാതകത്തിന് മുമ്പ് പറയുന്നത് ബൈബിൾ വാക്യമാണ് പറഞ്ഞിട്ട് പോകുന്ന ഒരു സംഭവം. ഇതൊക്കെ എന്ന് പറയുന്ന സിനിമകൾ കുട്ടികളെ സ്വാധീനിക്കുന്നില്ല എന്ന് പറഞ്ഞാല് ഒരു പരിധിക്ക് കൂടുതൽ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതാണ് എന്റെ പക്ഷം കേട്ടോ. രണ്ടാമത്തേത്, അബ്രഹാമിന്റെ സന്തതികൾ എന്ന് പറയുന്ന മമ്മൂട്ടി സിനിമ. അതിന്റെ ഈ ഓരോ കൊലപാതകങ്ങളുടെയും അവിടെ അവശേഷിപ്പിച്ചിട്ട് പോകുന്നത് ഓരോ കാർഡുകൾ, ബൈബിൾ വാക്യങ്ങൾ എഴുതിയ ഓരോ കാർഡുകൾ അവിടെ അവശേഷിപ്പിച്ചിട്ട് പോകുന്നതാണ്. അതുപോലെ തന്നെ ഈ മെമ്മറീസ്, പൃഥ്വിരാജിന്റെ മെമ്മറീസ് എന്ന് പറയുന്ന സിനിമ, മെമ്മറീസ് എന്ന സിനിമയ്ക്കകത്ത് കൊലപാതകങ്ങളുടെ മതപരമായ ചിഹ്നങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ ഇൻഡിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ദ പ്രീസ്റ്റ് എന്ന് പറയുന്ന മമ്മൂട്ടി സിനിമയിലും റിലീജിയസ് സിംബൽസ് ആവശ്യമില്ലാതെ വലിച്ചഴക്കപ്പെടുന്നുണ്ട്. ഗദാമ എന്ന് പറയുന്ന സിനിമയിലും ബൈബിൾ വാക്യം തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇത് വരുന്നുണ്ട്. അപ്പോൾ ഈ കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് മനഃപൂർവ്വമായിട്ട് ക്രിസ്ത്യൻ സിംബൽസിനെ വലിച്ച് ഇഴച്ചു കൊണ്ടുവരാനുള്ള വലിയ ഒരു ശ്രമം കുറെ നാളുകളായിട്ട് മലയാള സിനിമയും മലയാള മാധ്യമങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. അത് ഞാൻ ക്രിമിനൽ സിനിമകളുടെ മാത്രമേ പേരെടുത്ത് ഞാൻ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ നെഗറ്റീവായ മറ്റു ചില സിനിമകളിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അനാവശ്യമായിട്ട് കുരിശുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരരുതാത്ത ഇടങ്ങളിൽ കുരിശുൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന വളരെ കൃത്യമായ രീതിയിലുള്ള ലാംഗ്വേജ്, കൃത്യമായ രീതിയിലുള്ള ഈ മതപരമായ കാര്യങ്ങളെ അപമാനിക്കുന്ന ചില കാര്യങ്ങൾ. അപ്പൊ അത് ഞാൻ ആ സിനിമകളുടെ പേര് വളരെ ബോധപൂർവ്വം ഞാൻ വിട്ടുകളയുകയാണ്. എങ്കിലും കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന ഈ റിലീജിയസ് സിംബൽസിനെ കൊണ്ടുവന്ന്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റിക്കെതിരെയുള്ള, ക്രിസ്ത്യാനിറ്റിയെ അവഹേളിക്കാനോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഇത്തരം കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ ഇതിലൊരു പ്രത്യേക ഒരു ആനന്ദം കണ്ടെത്തുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതി നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ റീൽസ് ഒരു മാനസിക രോഗമായിട്ട് ഇന്ന് മലയാളിക്ക് മാറി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം എന്തിനും ഏതിനും റീൽസാ. നമ്മുടെ ഇൻസ്റ്റഗ്രാം ഒക്കെ തുറന്നു നോക്കിയേക്കേ, എന്തെല്ലാമാണ് നമ്മൾ കാണുക. അതുകൊണ്ട് തന്നെ എങ്ങനെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ആ രീതിയിലുണ്ട്. അത് കുറ്റകൃത്യം ചെയ്തിട്ട് അതത് സ്വയം റെക്കോർഡ് ചെയ്ത് സ്വയം അപ്ലോഡ് ചെയ്ത് അതിലൊരു ആനന്ദം കണ്ടെത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രീതികൾ മാറിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട മേഖലയാണ് ജോർജി പറഞ്ഞത്, ഈ തലമുറകൾ മാറും തോറും മൂല്യങ്ങൾ ഇല്ലാതാവുകയും സംസാര രീതിയും ലാംഗ്വേജും പ്രവൃത്തികളും ഒക്കെ ഇല്ലാതാവുകയും ചെയ്യുന്ന തരം. അത് എല്ലാ തരത്തിലുണ്ട്. ഇപ്പം ലാംഗ്വേജിൽ മാത്രമല്ല, വസ്ത്രധാരണത്തിൽ അതിന്റെ രീതികൾ മാറി. അതുപോലെ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കുന്ന ഒരു തലമുറ ഇന്ന് പതുക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയല്ലേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മുതിർന്നവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഇതിലേക്ക് മാറിയോ? നമ്മുടെ പള്ളി വേറെ ഒരിടത്തേക്ക് നമ്മൾ പോകണ്ട, സ്വയം വിമർശനത്തിലേക്ക് വരിക. നമ്മുടെയൊക്കെ മതബോധന ക്ലാസ്സുകൾ വികാരിച്ചന്മാരെ കാണുമ്പോൾ അല്ലെങ്കിൽ അച്ഛന്മാരെ കാണുമ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് മാറിയിട്ട് ഗുഡ് മോർണിംഗ് ഫാദർ എന്ന് പറയുകയും അതിന് ഗുഡ് മോർണിംഗ് തിരിച്ചു പറയുകയും ചെയ്യുന്ന അച്ഛന്മാരുടെ തലത്തിലേക്ക് നമ്മൾ മാറി എന്നുള്ളത് ഒരു ആത്മവിമർശനമായിട്ട് വേണം നമ്മൾ അതിനെ കാണാനായിട്ട്. അത് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ കാര്യങ്ങളായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
അങ്ങനെ വരുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് പോലും കടന്നു ചെന്ന് നമ്മുടെ മൂല്യങ്ങൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ വളരെ ഗൗരവമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി എനിക്ക് പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന മതബോധന വിഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ട ബോബി സാർ ഉൾപ്പെടെയുള്ള മതാധ്യാപകർക്ക് മുമ്പിലേക്ക് എനിക്ക് വെക്കാനുള്ള കാര്യം, നമ്മുടെ മതബോധന ക്ലാസ്സുകളിൽ ഇത്തരം വിഷയങ്ങൾ കുറച്ചൊക്കെ നമ്മൾ തുറന്ന് സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറണം. ഒരുപക്ഷെ നമുക്ക് ടെക്സ്റ്റ് അടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, ഇതിന്റെ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ ടെക്സ്റ്റ് അടിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ മതബോധനത്തിനകത്ത് കൊണ്ടുവരേണ്ട എന്ന് വെച്ചാൽ കാലഘട്ടത്തിൽ ഈശോ പറഞ്ഞില്ലേ, കാലഘട്ടത്തിന്റെ വ്യാഖ്യാനങ്ങളെ വായിക്കണമെന്ന് പറയുന്നത് പോലെ ഈ പുതിയ കാലഘട്ടത്തിന്റെ വ്യാഖ്യാനങ്ങളെ നമുക്ക് വായിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുകയും അതുപോലെ തന്നെ കുട്ടികളുടെ പരിശീലനം, അത് ശരിക്കും മതബോധനം ഒരു മതപഠനമല്ല, അതൊരു പരിശീലനമായിട്ട് മാറുക എന്നുള്ളതാണ്. മറ്റു ചില വിഭാഗങ്ങളിലൊക്കെ ഈ മതപരിശീലനം എന്ന് പറയുന്നത് വേറെ ഒരു നല്ലതല്ലാത്ത ചില തലങ്ങളിലേക്ക് മാറിപ്പോയതും ഇതിനകത്തൊരു പറയപ്പെടാതെ പോകുന്ന ഒരു കാരണമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ എങ്കിൽ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ മതബോധന ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ സ്കൂളുകളിലും നമ്മുടെ കുട്ടികളുടെ പരിശീലനത്തിനൊപ്പം ചെയ്യേണ്ടതായിട്ടുള്ളത് കാലഘട്ടത്തിന്റെ വ്യാഖ്യാനങ്ങൾ വായിച്ച് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ ഈ 3 സംഭവങ്ങൾ കൊണ്ട് നിൽക്കുന്നില്ല, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ വളരെ ബോധപൂർവമായിട്ട് അവിടെ നിന്ന് ഒഴിവായി പോകാനും ഒക്കെയുള്ള ആ ഒരു രീതികൾ നമ്മൾ കുട്ടികൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം സമൂഹം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ശരിതെറ്റുകളൊക്കെ ആപേക്ഷികമായിട്ട് വരുന്നു. അതിന്റെ ശരിതെറ്റുകളൊക്കെ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലോ വ്യക്തികളുടെ അടിസ്ഥാനത്തിലോ ഒക്കെ അതിന്റെ ശരിതെറ്റുകൾ വരുന്ന കാലഘട്ടത്തിലാണ്. അപ്പം ആ രീതിയിൽ കുറച്ചൊക്കെ സുരക്ഷിതരായിരിക്കുന്ന ആ രീതിയിൽ നീങ്ങാനൊക്കെ ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരുമ്പോഴും നമ്മളുടെ മൂല്യങ്ങളായിട്ട് കരുതിക്കൊണ്ടിരുന്ന കാര്യങ്ങളെ മൂല്യങ്ങളായിട്ട് തന്നെ കാണുക. കാലങ്ങൾ എത്ര കഴിഞ്ഞു പോയാലും ആ മൂല്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകാതിരിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഉദാഹരണത്തിന് പല കാരണവന്മാരും മക്കളെ പേടിക്കുന്ന കാര്യം നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു. എന്തുകൊണ്ടാണ് മാതാപിതാക്കന്മാർ മക്കളെ പേടിക്കേണ്ട അവസ്ഥയിലേക്ക് വരിക? അവർക്കുണ്ടായത് ഒരു ആത്മീയമായ ഒരു അധികാരമുണ്ട്. ആ ഒരു ആത്മീയമായ ഒരു അധികാരം ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചില പാരമ്പര്യങ്ങളിൽ ഉണ്ടായിരുന്ന കുരിശുവരെയും സ്തുതിചൊല്ലലും മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രീതി, അങ്ങനെയുള്ള പലതൊക്കെ ഇല്ലാതായി കഴിഞ്ഞപ്പോൾ നമ്മളുടെ ആ ബോണ്ട് പലപ്പോഴും ഇല്ലാതായി പോകും. ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ മാത്രമല്ല, എല്ലാ ഇടങ്ങളിലും സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. അപ്പൊ അത്തരം ചില മൂല്യങ്ങളിലേക്ക് തിരിച്ചു നടക്കുവാനായിട്ട് ഒരുങ്ങുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തില് കുട്ടികളുടെ ഒരു പരിശീലനം, അതൊരു ഫോർമേഷൻ കൂടി നമ്മുടെ വിദ്യാലയങ്ങളിലൂടെ നടക്കുകയും ആ രീതിയിൽ മുമ്പോട്ട് പോവുകയും ചെയ്യുക. അതുപോലെ തന്നെ പ്രശ്നക്കാരായിരിക്കുന്ന കുട്ടികളെ അവർക്ക് സാറ് പറഞ്ഞ പോലെ തന്നെ അവരെ തള്ളിക്കളയുക എന്നുള്ളതല്ല, അവരെ ശരിക്കും നമുക്ക് ട്രെയിൻ ചെയ്ത് എടുപ്പിക്കാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു കേസായി കഴിഞ്ഞാൽ പോലും കുട്ടികൾക്ക് വലിയ ഭീകരമായ ശിക്ഷയൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല. നമ്മുടെ ജുവനൈൽ ഹോമുകളിലേക്കൊക്കെയാണ് ഈ കുട്ടികൾ ഒരുപക്ഷെ പോകുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താ? യഥാർത്ഥത്തിൽ കുട്ടികൾ ഒരു തിരിച്ചുവരവാണോ സംഭവിക്കുന്നത്, അതോ കുറച്ചുകൂടെ മികവുറ്റ രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇവരൊക്കെ പഠിക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ളത് കണ്ണു തുറന്ന സമൂഹത്തിൽ നോക്കേണ്ടതും കൂടെ ഒരു ആവശ്യമാണ്. അപ്പോ നമ്മളുടെ ആ ഒരു കുട്ടികളുടെ പരിശീലനം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് വലിയ പ്രാധാന്യത്തോടു കൂടെ നമ്മുടെ സ്കൂളുകൾ നീങ്ങണം. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളുകളെങ്കിലും ഒക്കെ ബാക്കി എല്ലാ പഠനങ്ങളും ഭംഗിയായി പോകുമ്പോഴും ഇത്തരം ചില പരിശീലനങ്ങളിലേക്ക് പോവുക എന്നുള്ളതും നമ്മുടെ ചില മൂല്യങ്ങളെ അതെല്ലാ കാലഘട്ടത്തിലും മൂല്യങ്ങളായിട്ട് തന്നെ കാണാനായിട്ട് പഠിക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. 2, സമൂഹത്തിന്റെ ഒരു മാനസിക നിലയിലുണ്ടായിരിക്കുന്ന ആ ഒരു വ്യതിയാനം നമ്മൾ തിരിച്ചറിയുക. അതൊരു ക്രിമിനോളജിക്കൽ ആസ്പെക്റ്റിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ സമൂഹത്തിന്റെ മൂല്യങ്ങൾ ഇന്ന് തകർക്കപ്പെടുകയും കുറ്റകൃത്യങ്ങൾ പോലും പലപ്പോഴും ന്യായീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഗൗരവമായിട്ട് തന്നെ അത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ കുട്ടികൾക്കും നമ്മുടെ സ്കൂളുകളിലും വീടുകളിലും ഒക്കെ വ്യക്തിപരമായ ഒരു കെയർ കൊടുത്ത് കുട്ടികളെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ, അതുപോലെ തന്നെ ചില ബോണ്ടുകളുള്ള ചില വ്യക്തിത്വങ്ങളും കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. കാരണം കുട്ടികൾക്ക് പണ്ട് കാലഘട്ടത്തിലെ 90s ആ കുട്ടികൾക്കൊക്കെ ഒരു സിനിമ കാണണമെങ്കിൽ അത് ഒരിക്കലും ഒരു പ്രൈവറ്റ് സ്പേസിൽ കാണാൻ കഴിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോ കുട്ടികളുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക് അത് എത്തപ്പെടുകയാണ്, മൊബൈലിലൂടെയും ഒക്കെ നമ്മൾ എത്തപ്പെടുകയാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഈ കുട്ടികളുടെ ആ ഒരു പരിശീലനത്തെ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ കാണുകയും ആ ഒരു രീതിയിലുള്ള പഠനങ്ങൾ ഇനി ഉണ്ടാവുകയും ആ രീതിയിലുള്ള പരിശീലനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്.